ചാലിട്ടൊഴുകി. അവസാനം ഒരു തുള്ളി വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമയ്യത്ത് തുപ്പിക്കൊടുത്തു, കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. ആ തുപ്പുനീര് നാവ് കൊണ്ട് ഒപ്പിയെടുത്ത് തൊണ്ട നനച്ചിട്ട് അല്ലാഹു അഹദ് എന്ന് വിളിച്ച് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏതാനും ദിർഹമുകൾ കൊടുത്ത് മോചിപ്പിക്കുന്നത് വരെ കഠിനമായ പീഡനങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സഹിക്കേണ്ടി വന്നു. ഹിജ്ർ ഇസ്മായിലിനകത്ത് പ്രിയപ്പെട്ട പ്രവാചകന്റെ കഴുത്തിൽ ഷോൾ കൊണ്ട് കഴുപ്പ് ഞെരിച്ച് മുറിച്ച് പ്രവാചകനെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമം നടന്നു. അങ്ങനെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച പ്രിയപ്പെട്ട പ്രവാചകന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ശൈബ് അബീ താലിബിൽ പ്രിയപ്പെട്ട പ്രവാചകൻ ഉപരോധത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ പ്രിയപ്പെട്ട പ്രവാചകനെ കഴിക്കാൻ പച്ചിലകൾ മാത്രമായിരുന്നു, പച്ചവെള്ളം മാത്രമായിരുന്നു കുടിച്ചത്. അവസാനം നാൽക്കാലികൾ കാട്ടിക്കും പോലെ പ്രവാചകന് പച്ചിലകൾ കാട്ടിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച 13 വർഷക്കാലം. രണ്ടാമത്തെ ഘട്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പൊട്ടുതൊട്ടമ്മയുടെ മക്കളും എന്റെ പ്രിയപ്പെട്ട കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മക്കളും ഒപ്പം തട്ടമിട്ട ഉമ്മയുടെ മക്കളും ഈ പ്രഭാഷണം നിങ്ങൾ നന്നായിട്ട് കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വിശ്വസിച്ചു എന്നതിന്റെ പേരില് സഹാബാക്കളുടെ കാലുകൾ കുതിരകളുടെ കാലുകളിൽ ബന്ധിപ്പിച്ചിട്ട് ആ കുതിരകളെ മലമടക്കുകളിലൂടെ ഓടിപ്പിക്കുമായിരുന്നു. ആ കുതിരകൾ ഇങ്ങനെ ഓടുന്ന ഘട്ടങ്ങളിൽ കാലുകളിൽ ബന്ധിക്കപ്പെട്ട സഹാബത്തിന്റെ കാലുകൾ, ആ കാലുകൾ ബന്ധിക്കപ്പെട്ട് ഒന്ന് എഴുന്നേക്കാനോ ഒന്ന് ഒഴിഞ്ഞു മാറാനോ കഴിയാതെ പാവപ്പെട്ട സഹാബാക്കളുടെ തലകൾ വന്ന് പാറക്കെട്ടുകൾ അടിച്ചിട്ട് ആ പാറക്കെട്ടുകളിൽ അടിക്കുന്ന തല പൊട്ടിയിട്ട് തലച്ചോറ് ചീത്തിത്തെറിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയെല്ലാ കഠിനമായ പീഡനങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്ത് അനുഭവിച്ച പ്രവാചകന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തെ സംബന്ധിച്ച് ഒരു ഇന്ത്യയുടെ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു പടിഞ്ഞാറൻ ശക്തിയുടെ ഒരു പടിഞ്ഞാറന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച പ്രിയപ്പെട്ട പ്രവാചകന്റെ ഒരു ചരിത്രവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞാണ് ജീവിതത്തിന്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത്. 53-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെയുള്ള മദീന കാലഘട്ടമാണ് ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടം. ആ 10 വർഷക്കാലം, നീണ്ട 10 വർഷക്കാലം പ്രിയപ്പെട്ട പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അഭയാർത്ഥിയായിട്ടല്ലെങ്കിൽ പോലും പറിച്ചു നടപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് മദീനയിലെത്തിയതിനു ശേഷം 2 വർഷക്കാലം അവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ശത്രുക്കൾ മുഴുവനും വേട്ടയാടുകയായിരുന്നു. മക്കക്കാർ അങ്ങോട്ട് പോയി അടിക്കുകയാ ചെയ്തത്. ഈ സന്ദർഭത്തിൽ ഞാൻ കൂട്ടി വായിക്കാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യമായി ഇസ്ലാമിൽ നടന്ന യുദ്ധം ഏതാണ്? ബദർ യുദ്ധമാണ്. ബദർ എവിടെയാണ്? മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ ഇപ്പുറത്ത്, മക്കയിൽ നിന്ന് 350 കിലോമീറ്റർ അപ്പുറത്ത്. 350 കിലോമീറ്റർ താണ്ടിയിട്ട് ശത്രുക്കൾ വന്ന് 150 കിലോമീറ്റർ താണ്ടി പ്രവാചകനും വരുമ്പോഴാണ് യുദ്ധം ആരംഭിക്കുക. പ്രവാചകൻ വന്നത് തങ്ങളുടെ സ്വത്ത്